സഭാപ്രസംഗി അദ്ധ്യായം 5. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്. നന്മ ചെയ്യുവാൻ അവർക്കറിഞ്ഞുകൂടാ. സംസാരിപ്പാൻ ധൃതിപ്പെടരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ചിന്തയുടെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കിൻ്റെ ബഹുലത കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ഉണ്ടാകുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേരുന്നത് കഴിക്കണം. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയുകയും വരുത്. ദൈവം നിന്റെ വാക്കുമൂലം കോപിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നബഹുത്വത്തിലും വഞ്ചനയുള്ള വാഗ്ബഹുലതയിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു ദേശത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും വിധി വക്രമാക്കുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനുമേൽ ഒരു ഉന്നതനും അവർക്ക് മേൽ അത്യുന്നതനും ഉണർന്നിരിക്കുന്നു. കൃഷിയുടെ ആദായം എല്ലാവർക്കും ഉള്ളതാകുന്നു. രാജാവ് പോലും വയലിനെ ആശ്രയിക്കുന്നു. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കിട്ടിയിട്ടും ധനം മോഹിക്ക് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. അതും മായാത്രേ. വസ്തു വർദ്ധിക്കുമ്പോൾ അതുകൊണ്ട് ജീവിക്കുന്നവരും വർദ്ധിക്കുന്നു. അതിൻ്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയില്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരം. ധനികൻ്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായി സൂക്ഷിച്ചു വയ്ക്കുന്ന സമ്പത്ത് തന്നെ. ആ സമ്പത്ത് നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവന് ഒരു മകൻ ജനിച്ചാൽ അവൻ്റെ കയ്യിലൊന്നും കാണുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി അവൻ കയ്യിലൊന്നും കൊണ്ടുപോകുകയില്ല. അതും ഒരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവൻ്റെ വൃഥാ പ്രയത്നത്താൽ അവന് എന്ത് പ്രയോജനം? അവൻ്റെ ജീവകാലം ഇരുളിലും വ്യസനത്തിലും രോഗത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ഉത്തമവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരുവന് കൊടുക്കുന്ന ആയുഷ്കാലമെല്ലാം അവൻ തിന്നുകുടിച്ച് സൂര്യനു കീഴേ താൻ പ്രയത്നിക്കുന്ന തൻ്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നത് തന്നെ. അതല്ലയോ അവൻ്റെ ഓഹരി? ധനവും ഐശ്വര്യവും അത് അനുഭവിച്ചു. തൻ്റെ ഓഹരി ലഭിച്ചു. തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും ദൈവം കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. ദൈവം അവന് ഹൃദയ സന്തോഷം നൽകുന്നത് കൊണ്ട് അവൻ തൻ്റെ ജീവകാലം ഒഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഓർക്കുകയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.